ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള തുളസി ആയുർവേദത്തിൽ പണ്ട് മുതലേ വൈവിധ്യമാർന്ന രോഗശാന്തി ഗുണങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധ സസ്യമാണ്. ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളം അടങ്ങിയ തുളസി ജലദോഷം, പനി, ചുമ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. തുളസി നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ പരിശോധിക്കുന്നതിനൊപ്പം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നും കൂടെ നോക്കാം. സമ്മർദ്ദം ഇന്ന് നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നമ്മുടെ പെരുമാറ്റത്തെയും വരെ ബാധിക്കാറുണ്ട്. അതിനാൽ അതിൻ്റെ ലക്ഷണങ്ങൾ നിരീക്ഷിച്ച് അത് നിയന്ത്രിക്കേണ്ടത് ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. ആയുർവേദ പ്രകാരം തുളസി ഇലകൾ ഒരു അഡാപ്റ്റോജൻ അല്ലെങ്കിൽ സമ്മർദ്ദം കുറയ്ക്കുന്ന മരുന്നായിട്ട് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോളിൻ്റെ അളവ് സാധാരണയായിട്ട് നിലനിർത്താൻ തുളസി സഹായിക്കും. എല്ലാ ദിവസവും 10 മുതൽ 12 വരെ തുളസിയിലകൾ ചവയ്ക്കുന്നത് നമ്മുടെ ഞരമ്പുകളെ ശമിപ്പിക്കാനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കാനും നമ്മുടെ സമ്മർദ്ദത്തിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ ഇല്ലാതാക്കാനും സഹായിക്കും. തുളസിക്ക് ശുദ്ധമായ ശുദ്ധീകരണ ഗുണങ്ങളുണ്ടെന്നതും അതിൻ്റെ ഇലകൾ കഴിക്കുകയോ ജ്യൂസാക്കി കുടിക്കുകയോ ഫേസ് പാക്കിൽ ചേർക്കുകയോ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെയും നമ്മുടെ മുടിയുടെയൊക്കെ പ്രശ്നങ്ങൾ സുഖപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. കൂടാതെ തുളസി പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഇത് നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കും. നമ്മുടെ സ്കിന്നിന് മനോഹരമായിട്ടുള്ളൊരു തിളക്കം നൽകുകയും ചെയ്യും. ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ നമുക്ക് മുഖക്കുരുവും പാടുകളും ഉണ്ടാകുന്നത് തടയാനായിട്ടും സഹായിക്കും. ഇതിനെല്ലാം പുറമെ നമ്മുടെ തലയിലെ ചൊറിച്ചിൽ കുറയ്ക്കുന്നതിനും മുടികൊഴിച്ചിൽ അകറ്റുന്നതിനും ഇത് സഹായിക്കും. ഒരു പിടി തുളസിയില അരച്ച് കുറച്ച് ചൂടുള്ള വെളിച്ചെണ്ണയിൽ കലർത്തുക. മുടികൊഴിച്ചിൽ തടയാനായിട്ട് ഈ മിശ്രിതം ആഴ്ചയിലൊരിക്കൽ തലയിൽ പുരട്ടി മസാജ് ചെയ്യുക. ഇടയ്ക്കൊക്കെ ഉണങ്ങിയ തുളസിയില പൊടിച്ചത് ഉപയോഗിച്ച് പല്ല് തേക്കാനായിട്ട് ശ്രമിക്കുക. വായ്നാറ്റത്തിൽ നിന്നും മുക്തി നേടാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. മാത്രമല്ല മോണരോഗങ്ങൾ, പയോറിയ, മറ്റ് ദന്ത അണുബാധകൾ എന്നിവ തടയാനും ഇത് സഹായിക്കും. നല്ല റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് കടുകെണ്ണയിൽ തുളസിപ്പൊടി കലർത്തുന്നതാണ് നല്ലത്. 3-4 പുതിയ തുളസിയിലകൾ കഴുകിയ ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, ചോളപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഈ പേസ്റ്റ് പല്ലിന് മുകളിൽ നേരിട്ട് പ്രയോഗിച്ച് കുറച്ച് മിനിറ്റിന് നേരം വിടുക. വേദനയിൽ നിന്ന് സ്ഥിരമായിട്ടുള്ള ആശ്വാസം ലഭിക്കുന്നത് വരെ ഇത് ചെയ്യുന്നത് ദിവസത്തിൽ 3 പ്രാവശ്യം ആവർത്തിക്കുക. ഇനി ജലദോഷവും പനിയും വിട്ടുമാറാനായിട്ടും തുളസി ഏറെ നല്ലതാണ്. ആൻറ്റിബയോട്ടിക് ഗുണങ്ങൾ അടങ്ങിയത് കൊണ്ടാണ് പനി കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നത്. അതിനായിട്ട് വെറും വയറ്റിൽ തുളസിയിലകൾ ചവയ്ക്കുന്നത് ജലദോഷവും പനിയും ഒഴിവാക്കാനായിട്ട് സഹായിക്കും. ഇനി 6 മുതൽ 7 വരെ തുളസിയിലകൾ 1.5 ടീസ്പൂൺ പൊടിച്ച ഏലയ്ക്ക എന്നിവ 1/2 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തിളപ്പിക്കുക. കുറഞ്ഞ തീയിൽ ഈ വെള്ളം പകുതിയായി വറ്റുന്നത് വരെ തിളപ്പിക്കണം. എന്നിട്ട് ആവശ്യമെങ്കിൽ 1 ടീസ്പൂൺ തേനോ പഞ്ചസാരയോ ചേർത്ത് 1-2 മണിക്കൂർ ഇടവിട്ട് നമുക്ക് ഈ പാനീയം കുടിക്കാം. സാധാരണ അണുബാധയോ മലേറിയ മൂലമുള്ള അണുബാധയോ ആകട്ടെ, തുളസിയിലകൾ ഈ രീതിയിൽ ഉപയോഗിച്ചാൽ ഈ പനി ഭേദമാകാനായിട്ട് സഹായിക്കും. ഇനി തുളസിക്ക് വേദന സംഹാരി ഗുണമുണ്ട്. അതുവഴി തലവേദനയ്ക്കുള്ള ഏറ്റവും മികച്ച പ്രകൃതിദത്ത ചികിത്സയായിട്ട് നമുക്ക് തുളസി ഉപയോഗിക്കാം. സൈനസൈറ്റിസ്, അലർജി, ജലദോഷം അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്നിവ മൂലമുണ്ടാകുന്ന തലവേദന ഇതിലേതെങ്കിലുമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളത്തിൽ 1 പിടി തുളസിയിലകൾ തിളപ്പിച്ച് തണുപ്പിച്ചെടുക്കുക. ഒരു വൃത്തിയുള്ള തുണി അതിൽ മുക്കി വയ്ക്കുക. അധിക വെള്ളം പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് തലവേദനയ്ക്കായിട്ട് അത് നെറ്റിയിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ എന്തെങ്കിലും പ്രാണികൾ കടിച്ചു കഴിഞ്ഞാൽ ഒരു കോട്ടൺ പഞ്ഞി ഉപയോഗിച്ച് തുളസിയിലകളുടെ നീര് അല്ലെങ്കിൽ പുതിയ വേരുകൾ പേസ്റ്റ് ആക്കിയിട്ട് ഇത് കടിച്ച ഭാഗത്ത് പുരട്ടി കൊടുക്കുക. നമുക്ക് തൊണ്ടവേദന മാറാനായിട്ട് കുടിക്കുന്ന വെള്ളത്തിൽ കുറച്ച് തുളസിയിലകൾ തിളപ്പിച്ച് കവിൾ കൊള്ളാനായിട്ട് ഉപയോഗിക്കാം. ഓരോ മണിക്കൂറിലും ഇത് ഇടവിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് തൊണ്ടവേദന മാറാനായിട്ട് ഇത് സഹായിക്കും. ഇനി ചിലരുടെ കണ്ണുകൾ വളരെ ഡ്രൈ ആവാറുണ്ട്. അതിനായിട്ട് 1 പിടി തുളസി ഇലകൾ തിളപ്പിച്ച് കുറച്ച് ജ്യൂസ് തയ്യാറാക്കി വയ്ക്കാം. ഈ വെള്ളം കറുത്തായിട്ട് മാറുന്നത് വരെ തിളപ്പിക്കണം. എന്നിട്ട് നല്ലൊരു ഐഡ്രോപ്പർ കുപ്പിയിൽ, അണുവിമുക്തമാക്കിയ ഒരു ഐഡ്രോപ്പർ കുപ്പിയിൽ ഇത് ഒഴിച്ചിട്ട് നമുക്ക് കണ്ണിൽ ഉപയോഗിക്കാം. ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഓരോ കണ്ണിൽ 2 തുള്ളി വീതം ഒഴിച്ചാൽ ഈ കണ്ണ് ഡ്രൈ ആവുന്നതിന് ഒരു പരിഹാരമാകുകയും ചെയ്യും. ഇനി നമുക്ക് പൊള്ളലുണ്ടാകുന്ന സമയത്ത് പൊള്ളിയതിൻ്റെ വേദന കുറയ്ക്കാനായിട്ട് ഒരു കോട്ടൺ പഞ്ഞി അല്ലെങ്കിൽ വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് തുളസി നീര് തുല്യ അളവിൽ വെളിച്ചെണ്ണയുമായിട്ട് ചേർത്ത് പൊള്ളലിൽ പുരട്ടിയാൽ മതിയാവും. അതുപോലെ തന്നെ അലർജിയുടെയൊക്കെ ഭാഗമായിട്ട് നമുക്കുണ്ടാകുന്ന ചൊറിച്ചിലിൽ നിന്ന് പെട്ടെന്ന് ആശ്വാസം ലഭിക്കുന്നതിന് തുല്യ അളവിൽ തുളസി നീരും നാരങ്ങാനീരും ചേർത്ത് ഇളക്കിയെടുത്തിട്ട് നമുക്ക് എവിടെയാണോ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആ ഭാഗത്ത് പുരട്ടിക്കൊടുത്താൽ മതിയാവും. ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾക്കായിട്ട് തുളസി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് തുളസി ഒന്ന് ഉപയോഗിച്ച് നോക്കാം.